നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. ഭീതിയിൽ പ്രദേശവാസികൾ. ഒരിടവേളയ്ക്കു ശേഷം ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗതക്കുരുക്ക്. യാത്രക്കാർ ദുരിതത്തിൽ. വിശുദ്ധ റമദാനിന്റെ പുണ്യം പൂത്തിറങ്ങിയ ദിനരാത്രങ്ങൾ വിട പറയുകയായി. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും പിന്നിടുന്നതോടെ വിശ്വാസികൾ പെരുന്നാൾ ഒരുക്കത്തിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ മുത്രത്തിക്കരയിലെ 149 നമ്പർ അനുപല്ലവി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിന്റെ കൃഷിയിടത്തിലാണ് പുലിയെ കണ്ടതായി പ്രദേശവാസി വെളിപ്പെടുത്തിയത്. വിവരമറിഞ്ഞ വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകളോ മറ്റോ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. ഈ 2-3 ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി. പല സമയങ്ങളിലും ആളുകൾ പുലിയുടെ സാന്നിധ്യം വീടിൻ്റെ പുറകിലും അതുപോലെ തന്നെ പാടശേഖരങ്ങളുടെ ഭാഗത്തൊക്കെ കണ്ടുവെന്ന് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം. പക്ഷേ ഇതിൽ പലതും ഈ പറഞ്ഞ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലി ആവാനും സാധ്യതയൊക്കെയുണ്ട്. നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. വെള്ളിയാഴ്ച രാവിലെ 6:30യോടെയാണ് പ്രദേശവാസിയായിട്ടുള്ള രാധാകൃഷ്ണൻ പുലിയെ കണ്ടത്. ഡിവിഷൻ കൗൺസിലർ ഈ വിവരം വനം വകുപ്പിനെ അറിയിച്ചു. ഇതോടെ വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ കണ്ടതായി പറയുന്ന 27 ഏക്കറോളം വരുന്ന തോട്ടം മുഴുവൻ അരിച്ചുപെറുക്കി. പുലിയുടെ സംശയിക്കുന്ന കാൽപ്പാടുകൾ ഉൾപ്പെടെ യാതൊരുവിധ തുമ്പും കണ്ടെത്താനായില്ല. അതേസമയം കഴിഞ്ഞ ദിവസം ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തെ പറമ്പിൽ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിരുന്നു. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഇന്ന് പുലിയെ കണ്ടതായി പറയുന്നത്. ഉടൻ ചാലക്കുടി വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി CCTVയിൽ പതിഞ്ഞത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതിനുശേഷം കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിന് സമീപവും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. ഇതോടെയാണ് ഇവിടെ കൂട് സ്ഥാപിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് രാവിലെ SH കോളേജിന്റെ കൃഷിയിടത്തിൽ പുലിയെ കണ്ടതായി പറയുന്നത്. ചാലക്കുടിയിൽ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങും എന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികളും നഗരസഭാ അധികൃതരും വനം വകുപ്പും. ഒരിടവേളയ്ക്കു ശേഷം ആമ്പല്ലൂരിൽ വീണ്ടും വൻ ഗതാഗതക്കുരുക്ക്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നിടത്തെ സർവീസ് റോഡിൽ ടാറിംഗ് പൊളിഞ്ഞു രൂപപ്പെട്ട കുഴികളാണ് ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അടിപ്പാത നിർമ്മാണം നടക്കുന്നത് കൊണ്ട് തന്നെ ദേശീയപാതയോട് ചേർന്ന സർവീസ് റോഡിനെ ആശ്രയിച്ചാണ് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനേന കടന്നുപോകുന്നത്. എന്നാൽ ഈയിടെ രൂപപ്പെട്ട കുഴികളും ഇടുങ്ങിയ റോഡും ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെടാൻ ഇടയാക്കുന്നു. സർവീസ് റോഡിലെ വാഹനക്കുരുക്ക് ഇതിലെ കടന്നുപോകുന്ന ആംബുലൻസുകളെ അടക്കം ബാധിക്കുന്നു. ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ തടസ്സം പോലും ആമ്പല്ലൂരിന് തൊട്ടു മുൻപിലുള്ള പുതുക്കാട് സിഗ്നൽ കടന്നുവരുന്ന വാഹനങ്ങൾ കൂടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതിനിടെ ചെറുതും വലുതുമായ വാഹന അപകടങ്ങളും ദിനം പ്രതി നടക്കുന്നുണ്ട്. ഏറെ അകലെയല്ലാത്ത മഴക്കാലം കൂടെ കനക്കുന്നതിന് മുൻപ് തന്നെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനിടെ ചെറിയ അപകടങ്ങൾ പോലും ദേശീയപാതയെ കുരുക്കിലാക്കുന്നത് പതിവ് കാഴ്ചയാകുന്നു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ആമ്പല്ലൂരിൽ KSRTC ബസ്സിൽ കാർ ഉരഞ്ഞ് അപകടം സംഭവിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കാറിന്റെ പെയിന്റ് ഇളകിയ നിലയിലാണ്. ചെറിയ അപകടമായിട്ടുകൂടി ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. യു-ടേൺ കടന്നുവരുന്ന വാഹനങ്ങളും ബ്ലോക്ക് ആയതോടുകൂടി ഇരുഭാഗത്തും ഗതാഗതം താറുമാറായ അവസ്ഥയിലായിരുന്നു. കൃത്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാതെയുള്ള അടിപ്പാത നിർമ്മാണം ആരംഭിച്ച നാൾ മുതലുള്ള യാത്രാ ദുരിതം ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വേനൽ മഴയുണ്ടായപ്പോൾ ഒറ്റപ്പെയ്ത്തിൽ തന്നെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ച അവസ്ഥയുണ്ടായിരുന്നു. വിശുദ്ധ റമദാനിന്റെ പുണ്യം പൂത്തിറങ്ങിയ ദിനരാത്രങ്ങൾ വിട പറയുകയായി. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് മസ്ജിദുകൾ വിശ്വാസികളാൽ നിറഞ്ഞു. കഴിഞ്ഞ ഒരു മാസം വിവിധ മുസ്ലിം പള്ളികളിലും ഇസ്ലാമിക കേന്ദ്രങ്ങളിലും രാത്രി നമസ്കാരങ്ങൾ പ്രത്യേകമായി നടന്നിരുന്നു.
27ാം രാവിന്റെ പൂർണ്ണതയ്ക്ക് പിന്നാലെയാണ് വിശ്വാസികൾ റംസാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. മാസങ്ങളിൽ ശ്രേഷ്ഠമായത് റംസാൻ മാസവും ദിവസങ്ങളിൽ ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയുമാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ റംസാൻ മാസത്തെ വെള്ളിയാഴ്ചയ്ക്ക് വിശ്വാസികൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു. വെള്ളിയാഴ്ച പള്ളികളിൽ ഉച്ചയ്ക്ക് നടക്കുന്ന ഗുത്തൂബ പ്രസംഗം കേൾക്കുന്നതിനും ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനുമായി വിശ്വാസികൾ ഒത്തുചേർന്നു. അടുത്ത വർഷങ്ങളിലും റംസാൻ നോമ്പിൽ പങ്കാളിയാകാൻ കഴിയണേ എന്ന പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് മടങ്ങിയത്. അവസാന വെള്ളിയാഴ്ചയും പിന്നിടുന്നതോടെ വിശ്വാസികൾ പെരുന്നാൾ ഒരുക്കത്തിലാകും. വരന്തരപ്പള്ളി മുഹീദ്ദീൻ ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനയ്ക്ക് ഖത്തീബ് ഇല്യാസ് ഫൈസി, പ്രസിഡന്റ് ഹുസൈൻ അരീപ്പുറം, മഹല്ല സെക്രട്ടറി അബ്ദുട്ടി ഹാജി എന്നിവർ നേതൃത്വം നൽകി. ونبي هذب جوهرا صلى الله على سيدنا محمد وعلى آله ومن هاجر إليه ونصرا صلاة يقوم بها معاتس من هاده وكفرا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കെ പ്രസാദ് അധ്യക്ഷനായി. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, പഞ്ചായത്ത് അംഗം ജോയ് നെല്ലിശ്ശേരി, CPM കൊടകര ഏരിയ സെക്രട്ടറി PK ശിവരാമൻ, BJP ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് TV പ്രജീത്, SN ട്രസ്റ്റ് ചെയർമാൻ TA രാജൻ ബാബു, TG അജോ എന്നിവർ പ്രസംഗിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. 3 മുറിയിലുള്ള പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA പ്രഖ്യാപനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈത്താരത്ത്, സെക്രട്ടറി M ശാലിനി എന്നിവർ പ്രസംഗിച്ചു. ഇതോടനുബന്ധിച്ച് 3 മുറിയിൽ നിന്ന് കോടാലിയിലേക്ക് നടന്ന മാലിന്യമുക്ത പ്രഖ്യാപന റാലി MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വയോജന സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ റാലിയിൽ അണിനിരന്നു. മികച്ച രീതിയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ നടത്തിയ സംഘടനകളെയും വ്യക്തികളെയും കോടാലി GLP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനത്തിൽ അനുമോദിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ മുത്രത്തിക്കരയിലെ 149 നമ്പർ അനുപല്ലവി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ പങ്കെടുത്തു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ NM പുഷ്പാകരൻ, KC പ്രദീപ്, തൊഴിലുറപ്പ് പദ്ധതി AE KD അശ്വതി, രാധ ഉണ്ണിച്ചക്കൻ, വിഷ്ണു വാഴപ്പിള്ളി, വാർഡ് വികസന സമിതി കൺവീനർ MA ജോൺസൺ, PP കറപ്പൻ, KS ഷാജു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത, TR രജീഷ് എന്നിവർ സന്നിഹിതരായി. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയുടെയും സാമൂഹിക നീതി വകുപ്പിന്റെയുമായി 17 ലക്ഷം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. നാട്ടുകാർ സംഭാവന പിരിച്ചും പഞ്ചായത്ത് വിഹിതം ഉപയോഗിച്ചുമാണ് 5 സെന്റ് സ്ഥലം വാങ്ങിയത്. നമ്മുടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളുടെ ഒരു ഏകീകൃത അല്ലെങ്കിൽ സംയുക്തമായിട്ടുള്ള ചില പദ്ധതികൾ ഏറ്റെടുക്കാൻ വികസനത്തിന് സാധ്യമാകുമെന്ന് തെളിയിച്ചതാണ് ഈ അംഗൻവാടിയുടെ പ്രവർത്തനം. തീർച്ചയായിട്ടും ജില്ലാ പഞ്ചായത്ത് അംഗൻവാടി പോഷകാഹാരത്തിന് വേണ്ടിയിട്ടുള്ള 2-2.5 കോടി ഉറുപ്പിക ഒരു വർഷം ICDSന്റെ പ്രവർത്തനത്തിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മാറ്റിവെക്കുകയാണ്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എല്ലാ അങ്കണവാടികളും നല്ല നിലവാരമുള്ള കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് സ്വന്തമായി അങ്കണവാടിക്ക് കെട്ടിടം അതുപോലെ സ്ഥലം ലഭ്യമല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് 1.5 ലക്ഷം രൂപ അനുവദിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെയും ശ്രീ കറുപ്പേട്ടൻ
നേതൃത്വം നൽകുന്ന അംഗൻവാടി കമ്മിറ്റിയുടെ അശ്രാന്ത പരിശ്രമവും അതോടൊപ്പം തന്നെ പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും തൊഴിൽ ഉറപ്പ് സംവിധാനവും കൂടി സംയുക്തമായി യോജിച്ചാണ് ഇത് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിമുക്തി ലഹരി വർജന മിഷനുമായി കൈകോർത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ആൻഡ് വിമുക്തി മാനേജർ പി കെ സതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. ഇതോടൊപ്പം ഇവോക് അക്കാദമിയുമായി സഹകരിച്ച് സ്കൂൾ നടത്തുന്ന അഗ്നി 2025 പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ പുന്നശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപകൻ കെ ജെ തോമസ്, സജീഷ് വൈലോപ്പിള്ളി, ജാഗ്രതാ സമിതി പ്രസിഡന്റ് രാജൻ, PTA പ്രസിഡന്റ് ജെൻസൺ പുത്തൂർ എന്നിവർ പ്രസംഗിച്ചു. കാശ്മീരില് മയക്കുമരുന്ന് പിടിച്ചാലും വലന്തരപ്പള്ളി മണ്ണമ്പറ്റ മയക്കുമരുന്ന് പിടിച്ച് FIR ഇട്ടാലും കേസ് രജിസ്റ്റർ ചെയ്താലും നാളെ നിങ്ങളുടെ പേര് ഓൺലൈനിൽ അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരും പേരുവിലാസം അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരിലുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങളുടെ ഡീറ്റെയില് കമ്പ്യൂട്ടറിൽ തെളിയും. ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഒരു ക്രിമിനൽ കേസിൽ പെട്ടു പ്രൈവറ്റ് ആയി പോലും സ്വകാര്യ മേഖലയിൽ പോലും പ്രൈവറ്റ് ജോലി പോലും കിട്ടാൻ സാധ്യതയില്ല. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി അളഗപ്പനഗർ പഞ്ചായത്ത് 9ാം വാർഡിൽ ജനകീയ സായാഹ്ന സദസ്സ് സംഘടിപ്പിച്ചു. കുന്നത്തുപാടം താഴ്വാരം ജംഗ്ഷനിൽ നടന്ന പരിപാടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജിജോ ജോൺ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യ അതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി വിൻസൺ മുഖ്യ പ്രഭാഷണം നടത്തി. CDS അംഗം സ്വപ്ന ഷാജു, ആശാ വർക്കർമാരായ സുനി വർഗീസ്, ബിന്ദു പത്മനാഭൻ, കൂടാതെ സൗമ്യ ബിജു, ഉഷ ഉണ്ണി, ഷാജി കാട്ടുപറമ്പിൽ, ബൈജു തട്ല, ഹീര എൻസൺ എന്നിവർ പ്രസംഗിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജോസി ജോണി അളഗപ്പനഗർ പഞ്ചായത്ത് 9ാം വാർഡിനെ മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപനം നടത്തി. മാലിന്യമുക്ത നവകേരളത്തിന്റെ വാർഡ് തലത്തിലുള്ള അവാർഡിന് അർഹരായവരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ പ്രഖ്യാപിച്ചു. മാലിന്യമുക്ത വാർഡ് പ്രഖ്യാപനത്തിന്റെ ഓർമ്മയ്ക്കായി താഴ്വാരം ജംഗ്ഷൻ പൂന്തോട്ട ഉദ്യാനം പരിരക്ഷിക്കുവാനും പരിപാലിക്കുവാനും തയ്യാറായി വന്ന താഴ്വാരം യുവജന സഹായ സംഗമം ട്രസ്റ്റിനെ അഭിനന്ദിച്ചു. മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു. നമ്മുടെ കേരളം മാർച്ച് 31-ാം തീയതി മാലിന്യമുക്ത നവകേരളം എന്നൊരാശയത്തിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി ഏകദേശം 2 വർഷമായി നിരന്തരമായ ക്ലാസുകളും നിരന്തരമായ പഠനങ്ങളും നമ്മുടെ അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ശൈലജ നാരായണൻ അധ്യക്ഷത വഹിച്ചു. പുളിക്കൽ രാമകൃഷ്ണൻ, K വിജേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ വാർഡ് ഇപ്പൊ ഇവിടെ പ്രഖ്യാപനം കഴിഞ്ഞാൽ പിന്നെ രാഘവേട്ട വീട്ടിൽ വന്ന് പരിശോധിച്ചാലും കുഴപ്പമുണ്ടായ സമാധാനം പറയണം, ആരുടെ വീട്ടിൽ വന്ന് പരിശോധിച്ചാലും സമാധാനം. അപ്പോൾ വളരെ ഗുരുതരമായ വിഷയമാണ്. ഇവിടെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമില്ല. നമ്മുടെ ശീലം മാറ്റിയാൽ മതി. ഇപ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ പഞ്ചായത്ത് നിന്ന് നമ്മൾ ശേഖരിക്കും. അളഗപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ 69ാം വാർഷികാഘോഷവും യാത്രയയപ്പ് യോഗവും സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് റിസർച്ച് ജോയിന്റ് ഡയറക്ടർ ആനി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. കോളേജ് ഗവേണിംഗ് കൌൺസിൽ ചെയർമാൻ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര അധ്യക്ഷത വഹിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ NJ സാബു, ഓഫീസ് അറ്റൻഡന്റ് TP പോൾ എന്നിവരെ ആദരിച്ചു. ഫാദർ ജോജോ എടത്തുരുത്തി, MP സെബി, PTA പ്രസിഡന്റ് കൃഷ്ണമണി, KV അശോകൻ, നീരജ് കൃഷ്ണ, PG മനോജ്, മിബി തോമസ്, CV ബിബിൻ എന്നിവർ പ്രസംഗിച്ചു. ജനന സർട്ടിഫിക്കറ്റിലെ പേരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ സമൂലമായ ഇളവുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ്. കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്ത ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിൽ ഒറ്റത്തവണ മാറ്റം വരുത്താനാകും. വർഷങ്ങളായി നിലനിന്ന സങ്കീർണതയ്ക്കാണ് പരിഹാരം കണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും
സ്കൂൾ രേഖകളിലും പേരിൽ മാറ്റം വരുത്താനും തുടർന്ന് ഈ സ്കൂളിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരമുണ്ടായിരുന്നത്. ഇത് പല സങ്കീർണതകൾക്കും വഴിവെച്ചിരുന്നു. CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തിയാലും അത് വെച്ച് സ്കൂൾ രേഖകളിൽ മാറ്റം വരുത്താനാകാത്തതിനാൽ ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ നവീകരിച്ച ആമ്പല്ലൂർ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും വായ്പാ മേളയും ഏപ്രിൽ 1 രാവിലെ 11 നടക്കും. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് CK ഷാജി മോഹൻ ഉദ്ഘാടനം ചെയ്യും. തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിക്കും. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി അധ്യക്ഷത വഹിക്കും. ITU ബാങ്ക് ചെയർമാൻ MP ജാക്സൺ വായ്പാ മേള ഉദ്ഘാടനം ചെയ്യും. ആമ്പല്ലൂർ കുണ്ടുക്കാവ് ദേവസ്വം തെക്കേ ഗോപുരം കോംപ്ലക്സിന് മുൻവശമാണ് ആമ്പല്ലൂർ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. പെരുവനം ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി ഏപ്രിൽ 9 നടത്തുന്ന തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽ പൂരത്തോടനുബന്ധിച്ചുള്ള കാർത്തിക പുറപ്പാട് ഏപ്രിൽ 1 നടക്കും. തന്ത്രിമാരായ പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി, തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ, വടക്കേടത്ത് പെരുമ്പടപ്പ് കേശവൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരാകും. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, പഞ്ചഗവ്യം, നവകാഭിഷേകം, അത്താഴപൂജ, ശ്രീഭൂതബലി, തായമ്പക എന്നിവയ്ക്കു ശേഷം പുറപ്പാടിനായി പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. 5 ഗജവീരന്മാരെ അണിനിരത്തി വിളക്കാചാരവും തുടർന്ന് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും ഉണ്ടായിരിക്കും. പൂക്കോട് ഭഗവതിക്കാവ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം തിങ്കളാഴ്ച ആഘോഷിക്കും. പുലർച്ചെ 5 ഗണപതി ഹോമം, രാവിലെ 6 മുതൽ ശുദ്ധികലശം, ശ്രീഭൂതബലി തുടങ്ങിയ താന്ത്രിക ചടങ്ങുകൾ, രാവിലെ 9 എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് 11:30 പ്രസാദഊട്ട്, വൈകിട്ട് 6:30 ദീപാരാധന, നിറമാല, ചുറ്റുവിളക്ക്, തുടർന്ന് ഗുരുതി സമർപ്പണം ഉണ്ടായിരിക്കും. ദർശന സഭാ സമൂഹത്തിന്റെ സംഗമവും പൊതുസമ്മേളനവും ഞായറാഴ്ച. തൃശൂർ അതിരൂപതയിലെ ഭക്തസംഘടനകൾക്ക് ചന്തം ചാർത്തുന്ന ദർശന സഭാ സമൂഹത്തിന്റെ 14ാമത് സംഗമവും പൊതുസമ്മേളനവും ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവർ ഫൊറോന പള്ളിയിൽ നടത്തും. പതാക ഉയർത്തൽ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് നിർവഹിക്കും. തുടർന്ന് വിശുദ്ധ ബലി, ദിവ്യബലിക്കു ശേഷം നടക്കുന്ന പ്രദക്ഷിണം പൊതുസമ്മേളന ഹാളിൽ എത്തും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്യും. സെന്റ് ഫ്രാൻസിസ് സേവർ ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷനാകും. അതിരൂപത ദർശന സമൂഹം ഡയറക്ടർ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും 100 വർഷം പൂർത്തീകരിച്ച ഇടവകകളെയും ആദരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് തരകൻ, വർഗീസ് തെക്കേത്തല, CC വിൻസെന്റ്, ജോണി തൈക്കാട്ടിൽ, ഹെൻറി ലൂക്കോസ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ വീണ്ടും റെക്കോർഡ്. പവന് 840 രൂപ വർദ്ധിച്ച് 66,720 രൂപയിലെത്തി. ഗ്രാമിന് 105 രൂപ കൂടി 8,340 രൂപയാണ് വിപണി വില. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ 72,400 രൂപ നൽകണം. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് 1,240 രൂപയാണ് ഉയർന്നത്. വെള്ളിയുടെ വിലയും കുത്തനെ ഉയർന്നു. 1 ഗ്രാം സാധാരണ വെള്ളിയുടെ വില 112 രൂപയാണ്. വെള്ളിയാഴ്ച 1 പവൻ സ്വർണ്ണാഭരണം രാജ്യാന്തര സ്വർണ്ണവില $3075, രൂപയുടെ വിനിമയ നിരക്ക് 85.61. ഒരാളുടെ മരണശേഷം അവരുടെ സ്വത്തുക്കളും ആസ്തികളും എങ്ങനെ വിതരണം ചെയ്യണമെന്ന് നേരത്തെ വ്യക്തമാക്കാൻ അനുവദിക്കുന്ന നിയമപരമായ രേഖയാണ് വിൽപത്രം. വിൽപത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോടോക്ക്. ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ഇല്ലാതെ തന്നെ വിൽപത്രത്തിന് നിയമപരമായ സാധുതയുണ്ടെങ്കിലും അത് രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതൽ സുരക്ഷ നൽകുകയും തർക്കങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം 1925 വിൽപത്രം രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധിക്കുന്നില്ലെങ്കിലും അത് ചെയ്യുന്നത് ഗുണകരമാണ്. കൃത്രിമം കാണിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കുന്നു. ആധികാരികതയും നിയമപരമായ സാധുതയും ഉറപ്പാക്കുന്നു. അനന്തരാവകാശികൾക്കിടയിൽ തർക്കങ്ങൾ കുറയ്ക്കുന്നു. സബ് രജിസ്ട്രാർ ഓഫീസിൽ സുരക്ഷിതമായ ഔദ്യോഗിക രേഖ നൽകുന്നു. സുഗമമായ പിന്തുടർച്ചാ പ്രക്രിയയ്ക്ക് സഹായിക്കുന്നു. രജിസ്റ്റർ ചെയ്ത വിൽപത്രം കോടതിയിൽ എളുപ്പത്തിൽ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഇത് ഒരാളുടെ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഫലപ്രദമായ മാർഗമാണ്. ഒരു വിൽപത്രം കൈകൊണ്ട് എഴുതുകയോ സാധാരണ പേപ്പറിൽ ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. വ്യക്തത ഉറപ്പാക്കാൻ നിയമപരമായ സഹായം തേടുന്നത് നല്ലതാണ്. വിൽപത്രം എഴുതുന്നയാൾ എല്ലാ ആസ്തികളും ലിസ്റ്റ് ചെയ്യണം. ഗുണഭോക്താക്കളെ വ്യക്തമാക്കണം. സുഗമമായ നടത്തിപ്പിനായി ഒരു എക്സിക്യൂട്ടറെ നിയമിക്കണം. വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ വിൽപത്രം എഴുതിയ ആൾ സാക്ഷികളുമായി അവരുടെ അധികാര പരിധിയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒറിജിനൽ വിൽപത്രവുമായി പോകണം. വിൽപത്രം എഴുതിയ ആൾക്ക് അവരുടെ മരണത്തിന് മുൻപ് എപ്പോൾ വേണമെങ്കിലും വിൽപത്രം മാറ്റാനോ റദ്ദാക്കാനോ കഴിയും.
കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങളും ചെയ്യാം. വിൽപത്രത്തിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്താം. മുൻപത്തെ വിൽപത്രം റദ്ദാക്കിയെന്ന് വ്യക്തമായി പറയുന്ന ഒരു പുതിയ വിൽപത്രം ഉണ്ടാക്കാം. നിലവിലുള്ള വിൽപത്രം നശിപ്പിക്കാം. ഇന്ത്യയിൽ ഒരു വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് സുഗമമായ പിന്തുടർച്ചാ പ്രക്രിയ ഉറപ്പാക്കുന്നതിനുള്ള ലളിതവും നിർണായകവുമായ ഒരു പടിയാണ്. നിയമപരമായി ആവശ്യമില്ലെങ്കിലും ഇത് കൂടുതൽ സുരക്ഷ നൽകുന്നു. വ്യക്തികൾക്ക് അവരുടെ ആസ്തികൾ സംരക്ഷിക്കാനും പ്രിയപ്പെട്ടവർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും കഴിയും. കാലാവസ്ഥ. കൂടിയ ചൂട് 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 26 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ജാഗ്രതാ സമിതി വനിതാ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഒരു കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. വുമൺ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദം വേണം. അപേക്ഷകർ 35 വയസ്സിന് താഴെ പ്രായമുള്ളവരായിരിക്കണം. ഏപ്രിൽ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 9645212660. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8340 രൂപ, പവന് 66,720 രൂപ. നെന്മണിക്കര വെള്ളിയാട്ട് വളപ്പിൽ പരേതനായ കാർത്തികേയൻ ഭാര്യ സൗദാമിനി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ. വത്സല, അംബിക, അജിത, സോമസുന്ദരൻ, അജയ്കുമാർ, പരേതരായ ലോഹിതാക്ഷൻ, രമണി, സുധാകരൻ എന്നിവർ മക്കളും, മണില, ഗിരിജ, സജികുമാരി, ബീന, പരേതരായ ഗോപി, വിശ്വനാഥൻ, ഗംഗാധരൻ, സുഗതൻ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ അക്കര ജോയ് ഭാര്യ തങ്കമണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 4 ചെങ്ങാലൂർ കർമ്മലമാതാ പള്ളിയിൽ. ബാബു, ബെൻഹർ, ബ്രൂസ്ലി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി പരാതി. ഭീതിയിൽ പ്രദേശവാസികൾ. ഒരിടവേളയ്ക്കു ശേഷം ആമ്പല്ലൂരിൽ വീണ്ടും ഗതാഗത കുരുക്ക്. യാത്രക്കാർ ദുരിതത്തിൽ. വിശുദ്ധ റമദാനിന്റെ പുണ്യം പൂത്തിറങ്ങിയ ദിനരാത്രങ്ങൾ വിട പറയുകയായി. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയും പിന്നിടുന്നതോടെ വിശ്വാസികൾ പെരുന്നാൾ ഒരുക്കത്തിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലെ മുത്രത്തിക്കരയിലെ 149 നമ്പർ അനുപല്ലവി അങ്കണവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.